കൊച്ചിൻ്റെ അമ്പത്താറ് അമ്പലത്തിലായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അമ്പലത്തിൻ്റെ അടുത്തൊരു പുഴ ഉണ്ടായിരുന്നു. എന്നാൽ പുഴയും കൂടി കാണാമെന്ന് പറഞ്ഞ് പിള്ളേരെല്ലാവരും കൂടി പോയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇറങ്ങി കേട്ടോ. പിള്ളേർക്കാണ് നിർബന്ധം പുഴ കാണണമെന്ന്. എന്നാൽ പിന്നെ അതുങ്ങളുടെ കൂടെ ഞങ്ങൾ ഇറങ്ങി ഊണൊക്കെ കഴിഞ്ഞ് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുഴ ഇച്ചിരി ദൂരമുള്ളൂ കേട്ടോ. നമ്മൾ അമ്പലത്തിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. വഴി അത്ര കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു റിസോർട്ട് പോലെ കേട്ടോ. അത് നമുക്ക് അന്തരീക്ഷം തന്നെ നല്ലൊരു റിസോർട്ട് പോലെ നല്ല തണലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ പുഴയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ പുഴയുടെ അങ്ങോട്ട് പോയപ്പോൾ നല്ല വെയിലായിരുന്നു. നമുക്ക് ഉച്ചകൊണ്ട് വെയിലാറിയാലാണ് അവിടെ പോയിരുന്ന് കാണാനൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ അവിടെ റിസോർട്ട് പോലെ ഒരു ആൾ പണിയുണ്ട്. അപ്പോൾ അവരാണ് ഈ പണിതിട്ടേക്കണ നാട്ടിൽ ഇതൊക്കെ അവർ എന്നാണ്ട് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ഇരിപ്പിടം പോലെയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർ ഇപ്പം നമുക്ക് പുഴയോരത്ത് ഇങ്ങനെ വീടൊക്കെ റിസോർട്ട് പോലൊക്കെ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അതൊക്കെ കണ്ട് തിരിച്ചു വന്നു. പിന്നെയും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മലയാറ്റൂർ പാലം കൂടിയായിട്ടാണ് വന്നത്. അപ്പോൾ പാലത്തിൻ്റെ അടിയിലൊന്ന് ഇറങ്ങണമെന്ന് തോന്നിയപ്പോൾ ഒന്ന് ഇറങ്ങി നിർത്തിയുള്ളൂ കേട്ടോ. അങ്ങോട്ട് ഇറങ്ങിയൊന്നും പോയൊന്നുമില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ പോകാമെന്ന് ഓർത്തു. അമ്മച്ചിയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ബൈക്കിൽ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരൊക്കെ കൂടി ഒരുമിച്ച് പോകാമെന്ന് ഓർത്തിട്ട് പിന്നെ അവിടെ ഇറങ്ങിയൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു തൊടലിക്കായുടെ കായ കണ്ടപ്പോൾ അവിടെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് അവിടെ ഒന്ന് ഇറങ്ങി. അത് ആ പുഴയുടെ അടിഭാഗമായിട്ടായി കാണുന്നത്. അവിടെ നിറച്ചും ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല വെയിലും കൂടി ആയിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് വരാമെന്നും പറഞ്ഞ് പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ട് ഒരു പുഴയുടെ ഒരു വ്യൂ മാത്രം എടുത്തിട്ട് തിരിച്ചു പോന്നു.